അവരെ നേരിടാനുള്ള സൈന്യബലമില്ല, അവരോട് പൊരുതി നിൽക്കാനുള്ള ശക്തിയോ ധൈര്യമോ ഇല്ലാത്ത ദൈവത്തിന് ജനം വിളറുകയാണ്. ഈ സമയത്ത് സാമുവേൽ എന്ന് പേരുള്ള ദൈവവിളി സിദ്ധിച്ച ഒരു ദൈവവിളിയുടെ ഉടമസ്ഥൻ അവിടെ ഉണ്ടായിരുന്നു, സാമുവേൽ. ജനത്തിൻ്റെ ഈ പ്രശ്നം സാമുവേൽ അറിഞ്ഞു. സാമുവേൽ എന്ത് ചെയ്തു? സാമുവേൽ ഈ ഒരു വലിയ പ്രതികൂലം ജനത്തെ സമീപിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ജനം നശിക്കാതിരിക്കാൻ സാമുവേൽ നേരെ ദൈവ സന്നിധിയിലേക്ക് പ്രവേശിച്ചു. ഒരു ആട്ടിൻകുട്ടിയെടുത്ത് മുറിച്ച് ദൈവത്തിന് ദഹനബലി അർപ്പിച്ച് ഒരൊറ്റ പ്രാർത്ഥനയാണ്. സ്വർഗം പിളർക്കപ്പെട്ടു, സ്വർഗം തുറന്ന് ഇടിമിന്നൽ പോലെ ശക്തി ഇറങ്ങി. അതാണ് 1 സാമുവേൽ 7-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലരെ ആക്രമിക്കാൻ വേണ്ടി കോപ്പ് കൂട്ടി പുറപ്പെട്ടു. ഇസ്രായേൽക്കാർ ഭയചകിതരായി. ഫിലിസ്ത്യരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമുവേലിന്റെ അടുക്കൽ ചെന്ന് അഭ്യർത്ഥിച്ചു. സാമുവേൽ മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ബലിയായി കർത്താവിന് അർപ്പിച്ചു. അവൻ ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിച്ചു. സാമുവേൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവേ ഫിലിസ്ത്യർ ഇസ്രായേലരെ ആക്രമിക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. കർത്താവ് ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി ഫിലിസ്ത്യരെ സംഭ്രാന്തരാക്കി. അവർ പലായനം ചെയ്തു. ഇസ്രായേല്യർ മിസ്പായിൽ നിന്ന് ബത്കാർ വരെ അവരെ പിന്തുടർന്ന് വധിച്ച്. ഹല്ലേലൂയ! അവരെ പിന്തുടർന്ന് വധിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കംപ്ലീറ്റ് വിജയവും ഇസ്രായേലിന്റെ കൈകളിൽ. കംപ്ലീറ്റ് ശക്തിയും ഫിലിസ്ത്യർക്കായിരുന്നെങ്കിലും ശക്തിയും സേനയും ശേമുഷി എല്ലാം മിസ്ബായിലെ ജനത്തെ ആക്രമിക്കാൻ വന്ന ഫിലിസ്ത്യരുടെ കയ്യിലായിരുന്നെങ്കിലും ദൈവത്തിന്റെ സഹായം, ഈ സാമുവേലിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയെത്തി. ദൈവത്തിന്റെ സഹായം ഇസ്രായേൽ ജനത്തിന്റെ മേൽ വ്യാപരിക്കാൻ ഇടിമുഴക്കത്തോടെ ഉത്തരമരുളി ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ! ഒരു ദൈവവിളിയുള്ള ഒരു മനുഷ്യൻ ആ രാജ്യത്തുണ്ടായിരുന്നത് കൊണ്ട് ജനം രക്ഷ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! വീണ്ടും പുറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. അവിടെ അമലേക്യർ എന്ന് പറഞ്ഞ വളരെ കിരാതന്മാരായ ആളുകൾ ഇതാ ഇസ്രായേൽക്കാരെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി ചീറിപ്പാഞ്ഞടുക്കുകയാണ്. ഈ സമയത്ത് മോശ ജോഷുവയോട് പറഞ്ഞു, ഉള്ള സൈന്യത്തെ ശേഖരിച്ച് അവർക്കെതിരെ പൊരുതുക. അതിനുശേഷം മോശയും ഏതാനും അനുചരന്മാരും മലമുകളിലേക്ക് കയറി ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ ദൈവവിളി സിദ്ധിച്ച മനുഷ്യൻ ആ ജനത്തിന്റെ ഇടയിലുണ്ടായിരുന്നു, മോശ പ്രവാചകൻ. അദ്ദേഹം എന്ത് ചെയ്തു? 17-ാം അധ്യായം 11-ാം വാക്യം. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്ക് വിജയം ഉണ്ടായിക്കൊണ്ടിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ദൈവവിളി ലഭിച്ച, ദൈവവിളിയുടെ സിദ്ധിയുള്ള ഒരു മനുഷ്യൻ ആ മലമുകളിലേക്ക് കയറി കൈകൾ ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ താഴ്വാരത്ത് യുദ്ധഭൂമിയിൽ ദൈവത്തിന്റെ ജനത്തിന്റെ മേൽ പ്രകടമായ ദൈവിക ശക്തി വന്ന് അവരെ വിജയത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി ഈ ജനത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്നു. നോക്കുക, ദൈവവിളി സിദ്ധിച്ച ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയുടെ ബലം, ദൈവവിളി സിദ്ധിച്ച ഒരു മനുഷ്യൻ കൈകൾ ഉയർത്തിയാൽ അതിന് ബലമുണ്ട് എന്ന് തിരുലിഖിതം വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാലഘട്ടത്തിൽ കോടിക്കണക്കിന് ജനങ്ങളുണ്ടാകുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പേർക്ക് മാത്രമാണ് ദൈവം ദൈവവിളി എന്ന ഈ അത്യുന്നതമായ ആ ഒരു അഭിഷേകം പകർന്നു നൽകുന്നത്. അങ്ങനെ ഒരു ദൈവവിളി നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കുട്ടികൾ ആരെങ്കിലും മകനോ മകളോ എനിക്ക് ഒരു വൈദികനാകാൻ പോകണമെന്ന് തോന്നിയാൽ, എനിക്ക് ഒരു സിസ്റ്ററാകാൻ പോകണമെന്ന് പറഞ്ഞാൽ, പ്രിയ മാതാപിതാക്കന്മാരെ, നിങ്ങൾ വളരെ അഭിമാനത്തോടെ ആ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കണം. ഒരപ്പൻ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ നിങ്ങൾ സന്തോഷിക്കണം. നിങ്ങളുടെ കുടുംബത്തിന് ദൈവത്തിന് നൽകാവുന്നതിൽ വെച്ച് ഉന്നതമായ ഒരു അധികാരവും അഭിഷേകവും ഒരു പദവിയുമാണ് അതിലൂടെ കർത്താവ് നിങ്ങളോട് കാണിക്കുന്നത് എന്ന് തിരുലിഖിത പ്രകാരം മനസ്സിലാക്കണം. ഹല്ലേലൂയ! പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയ നിയമത്തിൽ ദൈവവിളിയെ ഈശോ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22, 23 തിരുലിഖിതങ്ങൾ. ഈശോ മരിച്ച് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന തൊട്ടു മുമ്പ് ഈ ദൈവവിളിയുള്ളവരായിരുന്നു ഈശോയുടെ ചുറ്റുമുണ്ടായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവവിളിയുള്ളവരെ ഈശോ പ്രത്യേക വിധത്തിൽ സ്നേഹിക്കുന്നുണ്ട്.
കാര്യം ശരിയാണ്. പത്രോസ് സ്ലീഹായ്ക്ക് കുറച്ച് വീഴ്ചകൾ മറ്റു സ്ലീഹന്മാർ ആ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് പല മാനുഷിക ബലഹീനതകൾ കാണിക്കുന്നുണ്ട്. അതെല്ലാം ഈശോ വലിയ പർവ്വതീകരിച്ച് കാണുന്നൊന്നുമില്ല. പകരം ഈശോ ഇവരെ പ്രത്യേകമായി സ്നേഹിക്കുകയാണ്. ഈശോ ഉയർത്തെഴുന്നതിന് ശേഷം ഈശോ സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഈശോ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഈ 12 പേരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈശോ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് അത് കാണാൻ ഈ 12 പേരെ ഈശോയുടെ അരികിൽ കൊണ്ടുവന്ന് നിർത്തി. ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന മുമ്പ് യോഹന്നാൻ 20, 22, 21 വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അവൻ അവരുടെ മേൽ ഊതിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. നോക്കുക, ഈ ഭൂമിയിലെ മനുഷ്യരുടെ ഏറ്റവും വലിയ വേദനയാണ് അവരുടെ ഹൃദയത്തിൻ്റെ പാപങ്ങൾ. ആ പാപങ്ങൾ സൗജന്യമായി ക്ഷമിക്കാനുള്ള പാപമോചന അധികാരം ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൊടുത്ത്, ഈ ശിഷ്യന്മാർക്ക് കൊടുത്ത്, ദൈവവിളി അതീവ ശക്തിയുള്ള ജീവിതമാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് എബ്രായ ലേഖനം 5:4 പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്, അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയമേവ ഈ ബഹുമതി ഏറ്റെടുക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് ചീത്ത വാക്കുകൾ ദൈവവിളിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിങ്ങനത്തെ ഒരു അരൂപി ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, എന്നും ലോകത്തിലുണ്ടായിരുന്നു. ഈശോ ഈ അരൂപിയുടെ പ്രവർത്തനത്തെ കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 18, 19 തിരുലിഖിതങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു, അവനെ പിശാച് ബാധിതനെന്ന് അപ്പോൾ അവർ പറഞ്ഞു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവന് വന്നു, അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യനെന്ന്. ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്ന ഒരു പൈതലിനോട് ലോകത്തിനൊരു പ്രത്യേക ശത്രുതയുണ്ട് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇന്നൊരു പക്ഷേ ചില വൈദികരോട് ചില ദേഷ്യമുണ്ട്, ചില സിസ്റ്റർമാരോട് പൊറുക്കാത്ത ചില വിഷമങ്ങൾ ഉണ്ടായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തു തന്നെയാകട്ടെ, മനുഷ്യരുടെ ഇടയിൽ നിന്ന് നമ്മളെ പോലുള്ള ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അവരിലുള്ള മാനുഷിക അവസ്ഥ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ സ്വർഗസ്ഥനായ ദൈവം ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? അല്ലെങ്കിൽ ഒരു കുറവുമില്ലാത്ത മാലാഖമാരെ പിടിച്ച് ഈ ദൈവവിളി ഏൽപ്പിച്ചുകൂടായിരുന്നോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാനുഷിക ബലഹീനതകളോടുകൂടി ഉള്ളവരെ തന്നെ ദൈവം ഇതിലേക്ക് നിയോഗിക്കുമ്പോൾ ദൈവം അവരുടെ അവസ്ഥകളെ കൂടെ അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. 2 കരങ്ങൾ ഉയർത്തി എഴുന്നേറ്റ് നിന്ന് ഈ സമയം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ലോകത്തിലുള്ള ദൈവവിളികളെ സ്നേഹിക്കാൻ എന്നെ അനുഗ്രഹിക്കണ കർത്താവേ. എല്ലാ വൈദികരെയും സ്നേഹിക്കാൻ എന്നെ അനുഗ്രഹിക്കണ കർത്താവേ. എല്ലാ ബിഷപ്പുമാരെ സ്നേഹിക്കാൻ അനുഗ്രഹിക്കണ കർത്താവേ. എല്ലാ കർദിനാളന്മാരെ സ്നേഹിക്കാൻ അനുഗ്രഹിക്കണ കർത്താവേ. എന്തെങ്കിലും സഭാവിരോധം ഉണ്ടെങ്കിൽ, വൈദിക വിരോധം ഉണ്ടെങ്കിൽ ഇപ്പോൾ അവിടുന്ന് പറിച്ച് ദൂരെ എറിയണമേ കർത്താവേ. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ കുടുംബങ്ങളിലേക്ക് അതിശക്തമായി വ്യാപരിക്കണമേ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, അഭിഷേകത്തിന്റെ ആത്മാവേ, ജ്ഞാനത്തിന്റെ ആത്മാവേ, കൃപയുടെ ആത്മാവേ, എല്ലാ അന്ധകാരങ്ങളെയും നീക്കിക്കളയുന്ന അത്ഭുത വിടുതലിന്റെ ആത്മാവേ വ്യാപരിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എല്ലാവരും ചേർന്ന് ദാഹത്തോടെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 18-ാം തിരുലിഖിതം. ഞാൻ തെരഞ്ഞെടുത്തവരെ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവവിളിയെ നമുക്ക് സ്നേഹിക്കാം.
കാരുണ്യമേ നാഥാ, സ്നേഹപ്പൂമഴ തൂകുന്ന നാഥാ, ആത്മസ്വരൂപനേ നാഥാ, ആനന്ദമേകുന്ന നാഥാ, ആരാധന അങ്ങേക്കാരാധന, ദിവ്യകാരുണ്യമേ ഹല്ലേലൂയ. സാമുവൽ പ്രവചനത്തിൽ 1-ാം പുസ്തകത്തിൽ 7-ാം അധ്യായം പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യമുണ്ട്. ദൈവം നമ്മുടെ സഹായശില. ഇന്ന് മകനെ മകളെ നീ രോഗിയാണോ, തകർന്നിരിക്കുന്ന അവസ്ഥയിലാണോ? ദൈവം നമ്മുടെ സഹായശില. ഈ യാഥാർത്ഥ്യം ഏറ്റുപറഞ്ഞ് ആരാധിക്കുമ്പോൾ വിടുതലുണ്ട്. ഹല്ലേലൂയ. ദൈവം എന്റെ സഹായകൻ, എന്റെ ദൈവം എന്നെ അറിയുന്നവൻ, എന്റെ ദൈവം തന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ എന്നും എന്നെ ഒളിപ്പിക്കുന്നവൻ. ദൈവം എന്റെ സഹായശില. ദൈവം എന്റെ സഹായശില. ഇരു കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി യേശുവിനെ നോക്കി, ജീവിക്കുന്ന ദൈവത്തെ നോക്കി, എൻ്റെ ദൈവം എൻ്റെ സഹായശില, എൻ്റെ ദൈവം എൻ്റെ എബനേസർ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ചേറ്റ് പറഞ്ഞ് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബനേസർ, ദൈവം എൻ്റെ സഹായശില, എൻ്റെ ദൈവം എബനേസർ. ദൈവം എൻ്റെ സഹായശില, അത്ഭുത ശക്തി. ദൈവം എൻ്റെ സഹായശില, ദൈവം എൻ്റെ സഹായശില, ദൈവം എൻ്റെ സഹായ